പ്രശസ്ത സിനിമാ സംവിധായകൻ രഞ്ജിത്ത് ഞാനിത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജയിലിലാണ്. അദ്ദേഹം വെറുമൊരു സിനിമാ സംവിധായകനല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും ക്രൗഡ് പുള്ളർ സിനിമകൾ മോഹൻലാലിനെയൊക്കെ വെച്ച് അല്ലെങ്കിൽ മമ്മൂട്ടിയൊക്കെ വെച്ച് വലിയ തോതിലുള്ള ഒരു റിവൈവലിസ്റ്റ് സിനിമാ സംവിധായകൻ കൂടിയാണ് അദ്ദേഹം. സ്ത്രീ വിരുദ്ധമാണ്, അതുപോലെ ദളിത് വിരുദ്ധമാണ്, അങ്ങനെയൊക്കെയുള്ള സിനിമകളാണ് അദ്ദേഹത്തിന്റെ നായകന്മാരൊക്കെ ആറാം തമ്പുരാനും അതുപോലെയുള്ള സിനിമകളാണ് ഏതൊക്കെയായാലും. അപ്പോൾ രാവണപ്രഭു ഒക്കെ പോലെയുള്ള സിനിമകളാണ്. ആ സിനിമകൾ എടുത്ത രഞ്ജിത്ത് അദ്ദേഹം ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായിരുന്നു മുൻപ്. അദ്ദേഹമാണ് ഇപ്പോൾ ജയിലിലായിരിക്കുന്നത്. ഒരു നടിയെ പീഡിപ്പിച്ച കേസാണ്, കാരവനിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് കേസ്. അത് പോലീസ് മൊഴിയെടുത്ത് അതിൽ കാര്യമുണ്ടോ എന്ന് കണ്ട് അദ്ദേഹം ഇപ്പോൾ ജയിലിലായിരിക്കുന്നു. ആദ്യം തന്നെ പറയേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇതിൽ വലിയ ഗുണം ചെയ്തു എന്നാണ്. നമ്മുടെ നാട്ടിൽ സ്ത്രീകളെ ആക്രമിച്ചു കഴിഞ്ഞാൽ, സ്ത്രീകൾക്കെതിരെ അതിക്രമം നടന്നാൽ ആദ്യം അതിക്രമിച്ച ആളുടെ പാർട്ടി നോക്കും, അയാളുടെ സ്വാധീനം നോക്കും. അയാളുടെ പാർട്ടി സ്വാധീനം നോക്കിയിട്ടാണ് ഇവിടെ ശിക്ഷാവിധി. പഴയ മനുസ്മൃതിയുടെ ലൈനാത്. ബ്രാഹ്മണനും ക്ഷത്രിയനും ശൂദ്രനും വൈശ്യനും ഒക്കെ കുറ്റം ചെയ്താൽ ഓരോ തരത്തിലുള്ള ശിക്ഷയാണ്. ഇവിടെ അതുപോലെയാണ്. പാർട്ടിക്കാർ, രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് ആണ്, അതിനെ പറ്റി ആരോപണം വന്നാൽ ഉടനെ ആകെ ബഹളമായി അടിയായി പിടിയായി അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കും. PT കുഞ്ഞുമുഹമ്മദിനെതിരെ ആരോപണം വന്നിട്ട് കുറേ ദിവസം ആരും മിണ്ടിയ തന്നെയില്ല. എന്തിനാ മിണ്ടണേ? അത് PT കുഞ്ഞുമുഹമ്മദ് CPM കാരനാണ്. അതുപോലെ നിരവധി ആരോപണങ്ങൾ. ഞാൻ ഉദാഹരണങ്ങൾ വളരെ അടുത്ത കാലത്ത് 2 ഉദാഹരണങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. രഞ്ജിത്തിനെതിരെ ആദ്യം വരുന്ന ആരോപണം അല്ലേ, ഒരു ബംഗാളി നടി ഇവിടെ ഒരു സിനിമ അഭിനയം നമ്മുടെ പലേരി മാണിക്യം സിനിമയുമായി ബന്ധപ്പെട്ട് വന്ന കാലത്ത് ആ നടിക്കെതിരെ ഇയാൾ അതിക്രമം നടത്തിയെന്ന് വളരെ കൃത്യമായി പരാതി വന്നിരുന്നു. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് ഈ കേസ് നടത്താനൊന്നും അവരെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് അവർ ഇവിടുന്ന് വണ്ടി കയറിപ്പോയി. പക്ഷെ ആരോപണം വളരെ വ്യക്തമായി ഇവിടെ നിലനിന്നിരുന്നു. പക്ഷെ നമ്മൾ അത് പരിഗണിച്ചില്ല. രണ്ടാമത് വന്നൊരു ആരോപണം ഒരു രതിവൈകൃതത്തിന്റെ ആരോപണമാണ്, ഒരു ലൈംഗികമായിട്ട് ഒരു ആൺകുട്ടിയുടെ ഒരു ആരോപണമാണ്. ആ ആരോപണത്തിലും പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായില്ല. കാരണം ഇവിടെ ഭരിക്കുന്ന പോലീസ് ഇവരുടെയാണ്. ഈ രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ തന്നെ അവകാശവാദം ഞാൻ 1976-77 മുതൽ SFI-കാരനാണ് എന്നാണ്. നിങ്ങളുടെ കൂവലൊന്നും എനിക്ക് കേൾക്കണ്ട, ഞാനിതിൻ്റെയൊക്കെ ആളാണ്, ഞാൻ ഈ പാർട്ടിയുടെ ആളാണ്. ഈ പ്രഖ്യാപനങ്ങൾ മാത്രം മതി അയാൾക്ക് സംരക്ഷണ കവചം കിട്ടാം. ആ സംരക്ഷണ കവചത്തിലാണ് അയാൾ കഴിഞ്ഞിരുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോഴിക്കോട് ഇദ്ദേഹം സ്ഥാനാർത്ഥിയാവും എന്നുവരെ വാർത്തയുണ്ടായിരുന്നു ഇടതുപക്ഷത്തിന്റെ. അത് പിന്നെ തള്ളിപ്പോയി വേറെ സ്ഥാനാർത്ഥി വന്നു എന്നുള്ളത് വേറെ കാര്യം. എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ വളരെ പ്രിയപുത്രനായിരുന്നു ആണ് ഇപ്പോഴും ഇദ്ദേഹം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് വന്നതിന് നന്ദി. ഇദ്ദേഹം ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരിക്കുന്ന കാലത്ത് ഇവിടെ ഗംഭീരമായി ഇവിടെ ചലച്ചിത്രോത്സവം നടത്തിയെന്നാണ് കഥ. ഒരു കഥയില്ല, തട്ടിപ്പാണ് നടത്തിയത്. മാത്രമല്ല ഈ പറഞ്ഞ സവർണ സമ്പന്ന കമ്പോള സിനിമയുടെ വക്താവ് എന്ന നിലയിൽ തന്നെയാണ് രഞ്ജിത്ത് ഇവിടെ പ്രവർത്തിച്ചത്. ഡോക്ടർ ബിജു എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ ഒരു സിനിമാ സംവിധായകനുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമ ലോകം മുഴുവൻ പ്രസിദ്ധമാണ് പല കാരണം കൊണ്ട്. അദ്ദേഹം സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്. അദ്ദേഹം സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടവർ, വേദന അനുഭവിക്കുന്നവരുടെ കൂടെ നിൽക്കുന്ന ആളാണ്. അത്തരം സിനിമകളാണ് ബിജു എടുത്തിട്ടുള്ളത്. അത് പല അന്താരാഷ്ട്ര സിനിമാ ഫെസ്റ്റിവലുകളിലും അതിന് സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞു, നീ പടിക്ക് പുറത്താണ്, നീ ഇതിന് വേണ്ട, നിനക്ക് വേണ്ട, നിന്റെ സിനിമ കൊള്ളൂല എന്ന്. ആ സിനിമ കണ്ടിട്ടുണ്ടാവില്ല, കാരണം ഇങ്ങനെ രാവണപ്രഭുവും ആറാം തമ്പുരാനും കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അദ്ദേഹത്തിന്റെ സിനിമകൾ അങ്ങനെയായിരിക്കും. പക്ഷേ അതല്ല സിനിമ എന്നും ലോക സിനിമ വേറെയാണെന്ന് നമ്മൾ കണ്ടു. എന്തിന്? ഇദ്ദേഹത്തോളൊന്നും മഹത്വമില്ലാതിരുന്ന നടൻ പ്രേംകുമാർ അക്കാദമി ചെയർമാനായി വന്നപ്പോൾ സംഗതി മാറിയല്ലോ. എത്ര നന്നായി അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിന് സിനിമയെ പറ്റി വലിയ വിവരമില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ വിവരമുള്ള ആളുകളോട് ചോദിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം, രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരമാണ്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ അതിന്റെ ദുരന്തം അനുഭവിക്കുകയാണ്. ആ ബംഗാളി നടിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു, കർമ്മഫലം അനുഭവിക്കാതെ പോവില്ല എന്നാണ്. അത് വേറൊന്നും പറഞ്ഞിട്ടില്ല, കർമ്മഫലം അനുഭവിക്കാതെ പോവില്ല. അത് ഞാൻ ആ കർമ്മഫലത്തിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. എങ്കിൽ പോലും ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഫോർ എവരി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നൊക്കെ ന്യൂട്ടന്റെ തത്വം ഉണ്ടല്ലോ. ആ തത്വം അനുസരിച്ച് ഇയാൾക്ക് ഇപ്പൊ ഗതികേട് വന്നിരിക്കുന്നു. ഇപ്പൊ രക്ഷയില്ല. പിണറായി വിചാരിച്ചാൽ ഇയാളെ രക്ഷിക്കാൻ പറ്റില്ല. പോലീസിന്റെ മേൽ അങ്ങനെ നിയന്ത്രണമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പാവം ജയിലിൽ കിടക്കുന്നു. ഇനിയിപ്പോൾ ശിക്ഷ വരുമോ, വിചാരണ വരുമോ, എന്തായിരിക്കും ഭാവി എന്നറിയില്ല.
ഒരു കാര്യം കൂടി, ഇവിടെ ഒരു നടി പരസ്യമായി വേറൊരു നടൻ എന്ന് പറയുന്നു കോൺട്രാക്ട് കൊടുത്ത് റേപ്പ് ചെയ്ത ഒരു കേസ് ഉണ്ടാക്കുന്നുണ്ട്. ആ കേസിന്റെ ഗതി എന്തായി നമുക്കറിയാം. എല്ലാവരും അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടും, പക്ഷെ അവനൊപ്പം നിന്ന് പ്രവർത്തിക്കും. അവസാനം അയാളൊക്കെ രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറ്റം ചെയ്ത് ഒരു ബിഷപ്പിന് എതിരെ കേസ് വന്നു, കന്യാസ്ത്രീയുടെ കൊടുത്ത പരാതിയാണ്. അവിടെയും പ്രതികളൊക്കെ രക്ഷപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഈ അവൾക്കൊപ്പം എന്നുള്ള കപ്പ് പിടിക്കുകയും പോസ്റ്റ് ഇടുകയൊക്കെ വളരെ എളുപ്പമാണ്, പക്ഷേ അവൾക്കൊപ്പം നിൽക്കുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമയിലെ അതിക്രമങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിൽ വളരെ ഗൗരവതരമായ കുറ്റമുള്ള ഒരാളെ, ഇപ്പോഴും അയാൾ MLA, കൊല്ലം MLA, അയാൾക്കെതിരെ കുറ്റപത്രം വന്നു, കുറ്റപത്രം കൊടുത്തു. എന്നിട്ടും അയാൾ MLA, കോടതി ഇടപെട്ടിട്ടാണ് കുറ്റപത്രം കൊടുത്തത്. എന്നിട്ടും അയാൾ MLA. കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയാളെ കൊല്ലത്ത് സ്ഥാനാർത്ഥിയാക്കി. അപ്പൊ ഈ അവൾക്കൊപ്പം എന്താന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല, അതിന്റെ ഡീറ്റെയിൽസ് പുറത്തുവിട്ടിട്ടില്ല. അത് ഹൈക്കോടതിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, സിനിമാ മേഖലയിൽ നടക്കുന്ന ഇത്തരം അതിക്രമങ്ങൾ ശിക്ഷിക്കപ്പെടണമെങ്കിൽ ശക്തമായ നിലപാടെടുക്കണം. നിലപാട് പറഞ്ഞാൽ മാത്രം പോരാ, നടപടികളിലുണ്ടാവണം. അതിന് ഇത് വഴിവെക്കുമെങ്കിൽ നല്ലത്. എന്നും തെരഞ്ഞെടുപ്പ് ആവില്ലല്ലോ, ഇനിയിപ്പോൾ ഏതെങ്കിലും ഗവൺമെന്റ് വരും, അവർ ഈ കാര്യത്തിൽ എത്ര മുമ്പോട്ട് പോകും എന്ന് നമുക്കറിയില്ല.